സംസ്ഥാനത്ത് താപനില ഉയരുന്നതായി കാലാവസ്ഥാ വകുപ്പ്. മാർച്ച് 26 വരെ പാലക്കാട്, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതേസമയം വേനൽ ചൂട് കടുക്കുമ്പോൾ മഴയ്ക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ. സംസ്ഥാനത്ത് താപനില ഉയരുന്നുവെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മാർച്ച് 26 വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് സൂചികയും ഉയരുകയാണ്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല എന്നിവിടങ്ങളിൽ സൂചിക 8, 9 രേഖപ്പെടുത്തുന്നതിനാൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. കളമശ്ശേരി, ഒല്ലൂർ, പൊന്നാനി, ബേപ്പൂർ, മാനന്തവാടി എന്നീ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6, 7 എന്നീ നിലകളിലാണ് ഇവിടെ സൂചിക. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൂട് കാലാവസ്ഥ ശക്തമായി തുടരുന്നതിനാൽ ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം 2 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ അലർട്ട് നൽകിയിട്ടുള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചത്. മാർച്ച് 26 വരെ സംസ്ഥാനത്ത് മഴ കുറഞ്ഞ നിലയിലായിരിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ സജീവമായേക്കും. മാർച്ച് 27 മുതൽ മിക്ക ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തുടർന്ന് 28 മുതൽ മഴ ശക്തി പ്രാപിച്ചേക്കും. മഴ ലഭിക്കുന്നതോടെ താപനിലയിൽ കുറവ് അനുഭവപ്പെടുമെന്നാണ് നിഗമനം. മഴ മുന്നറിയിപ്പുകളില്ലാത്തതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.